പലരും ഒത്തുകളിച്ച് പൊളിക്കാൻ നോക്കിയെങ്കിലും തിരുവനന്തപുരത്ത് പൊങ്കാല നല്ല അടിപൊളിയായി തന്നെ വി രാജേഷ് നടത്തി എന്ന് പറയാതെ വയ്യ. കാരണം ഇതിനൊരു എങ്ങനെയെങ്കിലും ഒരു പഴി കേൾപ്പിച്ച് അവിടെ കോർപ്പറേഷനിൽ ഞങ്ങൾ ഇരുന്ന സമയത്ത് നല്ല രീതിയിൽ നടന്നിരുന്നു, ഇപ്പം നടക്കുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ പല രീതിയിലും ആളുകൾ ശ്രമിച്ചു. അതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് കുടിവെള്ളം നിർത്തിച്ചതും പിന്നെ ഈ ശുചീകരണ തൊഴിലാളികളെ കൊണ്ട് സമരം ചെയ്യിപ്പിക്കാൻ നോക്കിയതും. പക്ഷെ അവിടെയൊക്കെ എന്ത് പറ്റി, സേവാഭാരതിയുടെ ആളുകളെയും മറ്റു ആളുകളെയൊക്കെ വെച്ച് ഈ തന്ത്രശാലിയായ നമ്മളുടെ മേയർ എന്ത് ചെയ്തു, അവിടെ പിടിച്ചു നിന്നു. പക്ഷെ എന്നാലും പറയാതെ വയ്യ, കാര്യങ്ങളൊക്കെ പടപടാന്ന് പറഞ്ഞ് നടത്തി. സാധാരണ അവിടെ തിരുവനന്തപുരത്ത് എങ്ങനെയാണ് നടക്കുന്നത് അതേപോലത്തെ ഒരു കുറവും വരാതെ തന്നെ നടത്തി. ഇതിൻ്റെ ഇടയിൽ കുറേ ആളുകൾ കുത്തിത്തിരിപ്പ് നോക്കിയെങ്കിലും ഒന്നും നടന്നില്ല എന്ന് പറയാം. പക്ഷേ നമ്മൾ ഇത് പറയാനല്ല വന്നത്, നമ്മൾ പറയാൻ മെയിനായിട്ട് വേറൊരു കാര്യത്തിനാണ് വന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കാതെ പോയൊരു വാർത്തയുണ്ട്. യുദ്ധത്തിൻ്റെയും നമ്മുടെ തിരുവനന്തപുരം പൊങ്കാലയുടെ ഇടയിൽ ശ്രദ്ധിക്കാതെ പോയൊരു വാർത്തയുണ്ട്. വേറെ ഒന്നുമല്ല, കേരളത്തിൽ നഴ്സുമാരുടെ സമരം നടന്നുകൊണ്ടിരിക്കുക. ഈ സമരത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അടിസ്ഥാനപരമായിട്ട് ശമ്പളം കൂടി കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് സമരം ചെയ്യുന്നത്. അവർക്ക് സമരം ചെയ്യാനായിട്ട് തിരുവനന്തപുരത്ത് എവിടെയും അവരുടെ ഒരു സമ്മേളനം നടത്താനായിട്ട് എവിടെയും ഒരു സ്ഥലം പോലും കിട്ടുന്നില്ല. അവസാനം എന്താണ്, ആരോഗ്യമന്ത്രി ഇടപെട്ടിട്ടാണ് ഈ പല സ്ഥലങ്ങൾ കിട്ടാതെ അവർക്ക് പോകുന്നത്. ആ ഒരു സന്ദർഭത്തിൽ രാജേഷ് ഇടപെടുകയാണ്. ഇത് വാർത്ത ചെയ്തിരിക്കുന്നത് നമ്മുടെ ഷാജൻസ്കറിയ, മറുനാടൻ മലയാളിയുടെ ഷാജൻസ്കറിയാണ് ഇത് വാർത്ത ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഷാജൻസ്കറിയ നേതൃത്വം കൊടുക്കുന്നതുകൊണ്ടാണ് പുള്ളി നേരെ രാജേഷിനെ വിളിക്കുകയാണ്. തിരുവനന്തപുരം മേയർ നേരെ ഇടപെട്ട് സംസാരിച്ച് അവസാനം അവർ തന്നെ അതിന് നടത്താൻ വേണ്ടി ഒരു സ്ഥലം ഏർപ്പാടാക്കി കൊടുത്തു. അതും ഈ തിരുവനന്തപുരം പൊങ്കാലയുടെ സമയത്ത് അത്രയും തിരക്കിട്ട സമയത്താണ് ഈ പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹാരം കണ്ടെത്തിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, രാഷ്ട്രീയ പ്രതിനിധി അല്ലാതെ ജനങ്ങളുടെ പ്രതിനിധിയായി പോകുന്ന ആളെന്ന് പറയുന്നത് അവർ വിളിക്കുമ്പോൾ എടുക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമാണ്. അപ്പോൾ ഇവിടെയൊക്കെ ചിലരെന്ന് പറഞ്ഞാൽ വോട്ട് കിട്ടി കയറി കഴിയുമ്പോൾ അവരാണ് രാജാക്കന്മാർ, അവർ ജനങ്ങളെ ഭരിക്കാൻ വേണ്ടി പോകുന്നവരാണെന്ന്. ശരിക്കും നിങ്ങൾ ജനങ്ങളെ ഭരിക്കാനല്ല, ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒരു മീഡിയേറ്റർ മാത്രമാണ്. ഇതാണ് ഈ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും MLA ഇതൊക്കെയാണ് നിങ്ങളെ പോസ്റ്റ്.